സംസ്ഥാന ബാംബു മിഷൻ ഒരുക്കുന്ന 20ാമത് ബാംബു ഫെസ്റ്റിന് നാളെ എറണാകുളത്ത് തുടക്കമാകും. ഈ മാസം 17 വരെ നീളുന്നതാണ് പരിപാടികൾ. പൊതുജനങ്ങൾക്ക് മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ മനസ്സിലാക്കുന്നതിനും വിപണന സാധ്യത പ്രയോജനപ്പെടുത്താനുമുള്ള അവസരം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ജപ്പാനിൽ നിന്നുള്ള സംഘം പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഈ വർഷം 200-ലധികം സ്റ്റാളുകളിലായി 400-ലധികം കരകൗശല പ്രവർത്തകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത്തവണത്തെ പ്രധാനപ്പെട്ട സവിശേഷത ജപ്പാനിൽ നിന്നുള്ള സംഘവും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മേളയുടെ പ്രധാനപ്പെട്ട സവിശേഷത സംഗീത വിരുന്നുകളിലെല്ലാം തന്നെ മുളയുടെ ഉപകരണങ്ങൾ കൂടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ സംഗീതം കൈകാര്യം ചെയ്യുന്ന നിരവധി മുള ബാൻഡുകൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. പരിസ്ഥിതി സൗഹാർദ്ദമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടി ഈ ഫെസ്റ്റിനുണ്ട്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു സന്ദേശം നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതിലുപരിയായിട്ട് മുള ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില കിട്ടുവാനും മൂല്യവർദ്ധനവ് ഉറപ്പാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുവാനും സാധിക്കണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും പല അസംസ്കൃത വസ്തുക്കളെ സംബന്ധിച്ചും നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളെ സംബന്ധിച്ചും എല്ലാം തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് പ്രകൃതിയിൽ നിന്നും ജന്യമായിട്ടുള്ള ഈ ഒരു വിഭവം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള കമ്പോളം പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേരള ബാംബു ഫെസ്റ്റ്.